മുതുകുളം പഞ്ചായത്തിലെ 7, 8, 9, 10 വാർഡുകളിൽ 2 വർഷക്കാലമായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ കലവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് അടച്ച ഗേറ്റ് തള്ളി തുറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി ഉന്തും തള്ളലിലും കലാശിച്ചു. 3 മാസത്തിനകം കുഴൽക്കിണറിന്റെ പണി പൂർത്തീകരിച്ച് കുടിവെള്ളം എത്തിക്കുമെന്നും അതുവരെ ജനങ്ങൾക്ക് താൽക്കാലികമായി കുടിവെള്ളം വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 10 വാർഡുകളിൽ 2 വർഷക്കാലമായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ ഒഴിഞ്ഞ കലവുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് അടച്ച ഗേറ്റ് തള്ളി തുറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായുള്ള ഉന്തും തള്ളലിലും കലാശിച്ചു. ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം പാറയിൽ രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് ജനങ്ങളുടെ പ്രശ്നമല്ലേ? കുടിവെള്ള ക്ഷാമം പരിഹരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് സമയത്താണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടം ഈ പഞ്ചായത്തിന് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കണം. ബഹുമാന്യരെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 4 പ്രാവശ്യമാണ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുള്ളത്. 2 പ്രാവശ്യം പമ്പ് ഹൗസിന്റെ വാതിക്കൽ സമരം, അതെ 2 പ്രാവശ്യം ഗ്രാമപഞ്ചായത്തിന്റെ പടിക്കൽ സമരം ഭാരതീയ ജനതാ പാർട്ടി. എന്ത് സമരം നടത്തിയാലും ഞങ്ങൾക്ക് മാറ്റമില്ല, ഞങ്ങൾ ഇതിന് പരിഹാരം കണ്ടെത്തില്ല എന്ന ധിക്കാരമാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ധിക്കാരം എങ്കിൽ ശക്തമായ പ്രതിഷേധമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. യാതൊരു തർക്കവും വേണ്ട. ഇതൊരു സൂചനയാണ്. 4ാമത് പ്രാവശ്യവും പറയുന്നു, ഇതൊരു സൂചനയാണ്. സമരത്തിന്റെ ഭാവവും രൂപവും മാറ്റിക്കൊണ്ട് ഒരു നിമിഷം പോലും പഞ്ചായത്തിൽ ഭരണം നടത്തുന്നവർ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീഷ്ണമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു ജനങ്ങൾ, ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു. ഇനി ക്ഷമിക്കുവാൻ കഴിയുമോ? എന്താണ് പറയുന്നത്? ഞങ്ങൾ എന്താണ് പറയുന്നത്? ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നല്ലേ? വേറെ എന്തെങ്കിലും പറയുന്നോ? ജനങ്ങൾക്ക് വേണ്ടി ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണം എന്ന് മാത്രമല്ലേ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ട് ഈ ആവശ്യം നിറവേറ്റുവാൻ ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല? തയ്യാറായില്ലെങ്കിൽ തയ്യാറാക്കുവാൻ അറിയാം. ബിജെപി മുതുകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ രാജേഷ് അധ്യക്ഷനായി. ബിജെപി കാർത്തികപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം മഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുളിച്ച് ഒരുങ്ങിക്കെട്ടി സെന്റൊക്കെ അടിച്ച് പെർഫ്യൂമൊക്കെ ഇങ്ങനെ പൂശി ഇവിടുത്തെ കസേര വന്നിരുന്നിട്ട് വൈകുന്നേരം ആസനത്തിൽ അതിന്റെ പൊടിയും തട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു വിശ്രമ കേന്ദ്രമെന്ന് ഇതിനെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും, അല്ലാതെ പഞ്ചായത്ത് കാര്യാലയം ഒന്നും സൂചിപ്പിക്കാൻ പറ്റത്തില്ല. കൃത്യനിർവഹണം കൃത്യമായി നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥരും ഒരു പഞ്ചായത്ത് ഭാരവാഹികളും ഈ ഓഫീസിനുള്ളിലില്ല. ഇവിടെ ഈ പാർട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഈ കേരള സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. നാണമില്ല നിങ്ങൾക്കൊക്കെ? നാണമില്ല? ഉടുത്തൊരുങ്ങി ഇവിടെ ഇതിനകത്ത് കെട്ടിയിരിക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? ഒരു സാധാരണ മനുഷ്യന്റെ പ്രാഥമിക അവകാശമായിട്ടുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നാളിതുവരെ കഴിയത്തില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. മണ്ഡലം സെക്രട്ടറിമാരായ അജിത് ചിങ്ങോലി, ഹരികൃഷ്ണൻ കാവിലേത്ത്, ആമച്ചാലിൽ ഉണ്ണി, രാമചന്ദ്രക്കുറുപ്പ്, കെ രതീഷ്, സോമശേഖരപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ബിജെപി നേതാക്കളും പോലീസും പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ 3 മാസത്തിനകം കുഴൽക്കിണറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കുടിവെള്ളം എത്തിക്കും എന്നും അതുവരെ ജനങ്ങൾക്ക് താൽക്കാലികമായി കുടിവെള്ളം വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതിനാൽ സമരം അവസാനിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.